വിഷ്ണു ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ അങ്ങനെ കുഞ്ഞിന് പാല് വാങ്ങാനായിട്ട് കാശില്ലാതെ നിസ്സഹായനായിട്ട് വിഷ്ണു നിൽക്കുമ്പോൾ ആ നേരത്തെ ഓംലേറ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞ കൊച്ചാണെങ്കിൽ ആ കൊച്ചിൻ്റെ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്നും 10 രൂപ എടുത്തുകൊണ്ട് ഓടി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് മാമ വാവയ്ക്ക് പാല് വാങ്ങിച്ചു കൊടുക്കുമെന്നും പറഞ്ഞ് അത് നീട്ടുകയാണ്. അന്നേരം ആ കുഞ്ഞിൻ്റെ സഹതാപം കാണുമ്പോൾ വിഷ്ണുവിൻ്റെ കണ്ണങ്ങ് നിറയുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ആ കാശ് കുഞ്ഞിൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയ ശേഷം മുട്ടുകുത്തി കുഞ്ഞിൻ്റെ അടുത്തേക്ക് നിൽക്കുകയാണ്. എന്നിട്ട് തിരികെ ആ പൈസ കയ്യിൽ വച്ച് കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഓരോ പൈസയ്ക്കും അതിൻ്റെതായ വിലയുണ്ട്, വെറുതെ ആർക്കും കാശ് കൊടുക്കരുത്, മോളിത് വെച്ചോന്നും പറഞ്ഞ് കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ കവിളിലൊന്നും തട്ടിയിട്ട് വിഷ്ണു നടന്ന് നീങ്ങുകയാണ് ഒഴിഞ്ഞ കുപ്പിയുമായിട്ട്. അന്നേരം വിഷ്ണുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഇതേസമയം ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന 2 പേരിൽ ഒരാൾ പറയുന്നുണ്ട്, ബ്ലേഡ് സത്യഭാമയുടെ മകനാണ്, കുഞ്ഞിന് പാല് പോലും വാങ്ങിച്ചു കൊടുക്കാൻ ഇപ്പോൾ കാശില്ല, സത്യാമ്മയുടെ പിൻബലമില്ലെങ്കിൽ വെറുതെ മസിലും പെരുപ്പിച്ചുകൊണ്ട് നടക്കാനല്ലാതെ ഇവനെയൊക്കെ കൊണ്ട് എന്തിന് കൊള്ളാമെന്ന് പറഞ്ഞ് അവർ പരസ്പരം പറഞ്ഞങ്ങ് കളിയൊക്കെ ചിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ കേട്ട് വിഷ്ണു അങ്ങ് നടന്നു പോവുകയാണ്. ഇതേസമയം അമ്പലനടയിൽ കുഞ്ഞിനെയും കൊണ്ടിരിക്കുന്ന ശാലിനി ആണെങ്കിൽ സത്യഭാമ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും കാറിൻ്റെ ജീപ്പിൻ്റെ താക്കോലും മാലയും ഒക്കെ വിഷ്ണു ഊരി വെച്ച ശേഷം തൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയ കാര്യങ്ങളൊക്കെ ഓർത്ത് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അമ്പലത്തിലെ വാച്ച്മാൻ സെക്യൂരിറ്റി വന്ന് വിളിക്കുന്നുണ്ട്. അതേന്ന് ആദ്യം വിളിക്കുമ്പോൾ ശാലിനി അങ്ങ് ഓർമ്മയിലാണ്ടിരിക്കുകയാണ്. പക്ഷെ ഒന്നുകൂടി നിങ്ങളെയാണ് വിളിച്ചതെന്ന് പറയുമ്പോൾ എന്തിനാ ഇവിടെ ഇരിക്കുന്നതെന്ന് സെക്യൂരിറ്റി ചോദിക്കുകയാണ്. അന്നേരം ഒരാൾ വരാനുണ്ട്, പാല് വാങ്ങിക്കാൻ പോയതാണ് എന്ന് ശാലിനി പറയുകയാണ്. അന്നേരം വരുമല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ട് സെക്യൂരിറ്റി അങ്ങ് പോവുകയാണ്. അന്നേരവും കരയുന്ന പാറക്കുട്ടിയെ ശാലിനി അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട്. പാറക്കുട്ടിയുടെ അച്ഛൻ എവിടെ പോയി എന്നും പറഞ്ഞ് വരുന്ന വഴിയും ശാലിനി അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ റോഡിലൂടെ നടക്കുമ്പോൾ ഒരു കാറ് പണി മുടക്കിയിട്ട് ഒരാൾ ബോണറ്റൊക്കെ തുറന്നു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അത് വിഷ്ണു കാണുന്നില്ല. തുടർന്ന് വിഷ്ണു അങ്ങ് നടന്നു പോകുമ്പോൾ ഇടയെന്നും പറഞ്ഞ് അയാൾ വിളിക്കുകയാണ്. തുടർന്ന് എൻ്റെ കാറ് ബ്രേക്ക് ഡൗൺ ആയി പണി മുടക്കിപ്പോയി ഇവിടെ എത്തിയപ്പോൾ എനിക്ക് 7:40 ഫ്ലൈറ്റാണ്, പെട്ടെന്ന് എയർപോർട്ടിലെത്തണം, തനിക്കൊന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് വിഷ്ണു കുറച്ച് ശ്രമിക്കുകയാണ്. തുടർന്ന് അയാളാണെങ്കിൽ ഗൾഫുകാരനാണെന്ന് തോന്നുന്നു, ഷാർജയെ പറ്റിയും വലിയ പൊങ്ങച്ചത്തിലൊക്കെ സംസാരിക്കുകയാണ്. അന്നേരം ഷാർജയിൽ പോകണം, പിന്നെ ഗൾഫിലാണെങ്കിൽ കാറുകളൊന്നും ഇങ്ങനെ പണി മുടക്കി റോഡിൽ കിടക്കത്തില്ല എന്ന് പറയുമ്പോൾ അതെന്താ പോലീസുകാർ വന്ന് കെട്ടിവലിച്ച് കൊണ്ടുപോകുമെന്നൊക്കെ വിഷ്ണു ചോദിക്കുകയാണ്. അന്നേരം അവിടെ ആണെങ്കിൽ വണ്ടിയൊക്കെ നല്ല കണ്ടീഷനാണ്. പിന്നെ മലയാളികൾ ഇവിടുത്തെ മലയാളികൾക്ക് പിന്നെ വേറെ ഒരു ഗുണമുണ്ട്, വണ്ടി ഓടിക്കാൻ അറിയാവുന്നവർക്ക് കാറ് കഴുകാനും റിപ്പയറിങ്ങും ഒക്കെ അറിയാം. ഷാർജയിലാണെങ്കിൽ ഒരു ജോലി ചെയ്യുന്നതിന് ഒരു ജോലി മാത്രമേ ചെയ്യുള്ളൂ എന്നും പറഞ്ഞ് വളരെ ഓവറായിട്ട് ഇയാളങ്ങ് സംസാരിക്കുകയാണ്. തുടർന്ന് വിഷ്ണുവിനോട് ഷാർജയിൽ പോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഇല്ല എന്ന് വിഷ്ണു പറയുകയാണ്. ജന്മം തന്നെ പാഴായി പോയി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ്. പക്ഷെ ഒരു തമാശയാണ് അയാൾ പറയുന്നത് ഫുള്ള്. തുടർന്ന് സാറിന് ഈ വണ്ടിപ്പണിയൊന്നും അറിയില്ല അല്ലേ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ഇത് ഓടിക്കാൻ തന്നെ എന്നെ മേഴ്സി പഠിപ്പിച്ചാണെന്ന് പറയുന്നുണ്ട്. അന്നേരം മേഴ്സി ആരാന്ന് ചോദിക്കും, മേഴ്സി അറിയില്ലേ, എൻ്റെ ഭാര്യ എന്ന് ഇങ്ങനെ അയാളങ്ങ് ആവേശത്തോടെ പറയുകയാണ്. അപ്പോൾ സാറോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മേഴ്സിയുടെ ഭർത്താവ് എന്ന് അയാൾ തിരിച്ചും പറയുകയാണ്. തുടർന്ന് വിഷ്ണു വണ്ടി ശരിയാക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കിക്കേ എന്ന് പറയുമ്പോൾ അയാൾ സ്റ്റാർട്ടാക്കി നോക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവുകയാണ്. തുടർന്ന് ആകെ സന്തോഷത്തിൽ അയാൾ പേഴ്സിൽ നിന്ന് 2000 രൂപ എടുക്കുകയാണ്. 400-500 നോട്ട് എടുക്കുന്നുണ്ട്. ഈ 2000-ന്റെ നോട്ട് നിരോധിച്ചത് എന്നെപ്പോലുള്ള പണക്കാർക്കാണ് പാട്, എത്ര നോട്ടാണ് പേഴ്സിൽ കൊണ്ട് നടക്കേണ്ടതെന്നും പറഞ്ഞ് അത് വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അന്നേരം ഇത് വേണ്ട സാർ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സന്തോഷത്തിന് വേണമെന്നും പറഞ്ഞ് വീണ്ടും കൊടുക്കുകയാണ്. അന്നേരം എനിക്ക് പണത്തിന് അത്യാവശ്യമുണ്ട്, പക്ഷേ ഇത്രയും പൈസയൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് അയാൾ അതിൽ നിന്ന് എടുത്തിട്ട് 1000 രൂപ വിഷ്ണുവിന് കൊടുക്കുകയാണ്. ഇത് മതി, ഇത് വച്ചോ, ഇത് പോരെ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം മതിയെന്നും പറഞ്ഞ് വിഷ്ണു വാങ്ങിക്കുന്നുണ്ട്. തുടർന്ന് അയാൾ വീണ്ടും അങ്ങ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ 7:40 ഫ്ലൈറ്റ് എന്നല്ലേ പറഞ്ഞത്, സാറ് പെട്ടെന്ന് ചെല്ലി ഫ്ലൈറ്റ് പോവും എന്നിങ്ങനെ വിഷ്ണു പറയുന്നുണ്ട്. അതിന് ആര് ഷാർജയിൽ പോണ്, എനിക്ക് എയർപോർട്ടിൽ പോകണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, എൻ്റെ ഭാര്യ മേഴ്സിയാണ് ഫ്ലൈറ്റിൽ വരുന്നത്, പെട്ടെന്ന് ചെന്നില്ലെങ്കിലേ അവളെ വീട്ടുകാർ കൊണ്ടുപോകും എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് സംഭവമൊക്കെ മനസ്സിലാവുകയാണ്, പുള്ളി ഉടായിപ്പാണ് എന്നുള്ളത്. തുടർന്ന് അപ്പോൾ സാറ് ഷാർജയിൽ പോയിട്ടില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ആര് പോവാൻ എന്ന് അയാൾ തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ സാറിന് എന്താ പണിയെന്ന് ചോദിക്കുമ്പോൾ പണിക്ക് എൻ്റെ പട്ടി പോകും, എന്നെ കൊണ്ട് പണിക്കൊന്നും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ വിഷ്ണുവിന് കാശ് കൊടുത്ത ശേഷം വണ്ടി എടുത്ത് പോവുകയാണ്. തുടർന്ന് കാറങ്ങ് പോയത് വിഷ്ണു നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കമലനും വേറൊരു കൂട്ടുകാരനും കൂടി ബൈക്കിൽ വരികയാണ്. ദേ കാറ് പോയി എന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് അവർ വണ്ടി നിർത്തുകയാണ്. പക്ഷേ കമലൻ വിഷ്ണുവിനെ കാണുന്നില്ല. അന്നേരം വിഷ്ണു കമല എന്ന് വിളിക്കുകയാണ്.
തുടർന്ന് ആശാൻ എന്താ ഇവിടെയെന്നും പറഞ്ഞ് കമൽ സംസാരിക്കുകയാണ്. അന്നേരം പുറകിലിരിക്കുന്ന ആള് എന്തിനാ വണ്ടി നിർത്തിയും ചോദിക്കുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് ഇറങ്ങടാന്ന് പറഞ്ഞ് അയാൾ ഇറങ്ങുന്നുണ്ട്. അതേസമയം കമലം പറയുകയാണ്, ഇവിടെ ഒരു ഷാർജക്കാരൻ്റെ കാറ് കിടപ്പില്ലായിരുന്നു, അയാൾ എന്നോട് മെക്കാനിക്കിനെ കൊണ്ടുവരുമെന്ന് ചോദിച്ചു, ഞാൻ തപ്പി ഇറങ്ങിയതാണ്, ഇതിപ്പോൾ ഒരാളെ കുറേ തപ്പിയിട്ട് കിട്ടിയതാണ്, ബാറിലിരിക്കുകയായിരുന്നു, കസേരയോടുകൂടി പൊക്കിക്കൊണ്ട് വന്നതാണ് എന്ന് പറഞ്ഞ് ആ മേശിരി കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയാണെങ്കിൽ ആകെ കലിപ്പിൽ നിൽക്കുകയാണ്. താൻ എന്നോട് മലങ്കോളുണ്ടെന്നൊക്കെ അല്ലേ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ ഞാൻ മേടിച്ചു വെച്ച ബിയറിൻ്റെ മുമ്പിൽ നിന്നാണ് എഴുന്നേറ്റ് വന്നത്, ഇപ്പോൾ പണിയില്ല കാശുമില്ല എന്നും പറഞ്ഞങ്ങ് കക്ഷി ചൂടാവുകയാണ്. അതേസമയം വിഷ്ണു പറയുന്നുണ്ട്, ഞാനാണ് കാറ് ശരിയാക്കി കൊടുത്തത്, അയാൾ എന്നോട് ചോദിച്ചു ശരിയാക്കാൻ പറ്റുമോ എന്ന്, ഒരുത്ത മെക്കാനിക്കിനെയും കൊണ്ടുവരാമെന്ന് പറഞ്ഞു പോയിട്ട് അരമണിക്കൂറായി എന്ന് പറഞ്ഞു, ഞാൻ ശരിയാക്കി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതേസമയം ആ വന്ന മേശരിയാണെങ്കിൽ അങ്ങ് കമലിനോട് തട്ടിക്കയറുകയും തലയ്ക്ക് പിടിച്ച് തട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, ഷർട്ടിനൊക്കെ പിടിക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട്, അതെ സുഹൃത്തെ വഴിയുണ്ടാക്കാം, അയാൾ തന്നതിൻ്റെ പാതി കാശെന്നും പറഞ്ഞ് 500 രൂപ കൊടുക്കുകയാണ്. അപ്പോൾ 1000 രൂപയാണോ അയാൾ തന്നത്, എനിക്ക് വെറുതെ എൻ്റെ കോള് പോയി എന്നും പറഞ്ഞ് ബാക്കി കാശ് കൂടി താടോന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുകയാണ്. അന്നേരം വിഷ്ണു ഇങ്ങനെ രൂക്ഷമായിട്ട് അയാളെ നോക്കുമ്പോൾ കമലിന് ദേഷ്യം വരികയാണ്. അയാളെ പിടിച്ചങ്ങ് മാറ്റുന്നുണ്ട്. എന്നിട്ടും അയാളങ്ങ് ദേഷ്യത്തിൽ നോക്കുകയാണ് വിഷ്ണുവിനോട് ബാക്കി പൈസ കൂടി കിട്ടാനായിട്ട്. അന്നേരം നീ ആരുടെ മേലിലാണ് കൈവച്ചതെന്ന് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു രൂക്ഷമായിട്ട് അയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം നീ ഇത്രയ്ക്ക് ബിൽഡപ്പ് ഒക്കെ തരാനായിട്ട് ഇവൻ സത്യഭാമയുടെ മോനൊന്നും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അന്നേരം കമലനും വിഷ്ണുവും ഒരക്ഷരം മിണ്ടുന്നില്ല. അയാളും കലിപ്പിൽ നിൽക്കുമ്പോൾ നീ കൈ മെനക്കെടുത്താതെ പോകുമെന്ന് പറയുമ്പോൾ വെറുതെ മെനക്കേട് കൂലിയും കിട്ടിയില്ല എന്നും പറഞ്ഞ് എന്തൊക്കെയോ പിറുപിറുത്ത് കൊണ്ട് അയാളങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ഏട്ടത്തിയമ്മയൊക്കെ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അമ്പലനടയിലാണെന്ന് വിഷ്ണു പറയുന്നുണ്ട്. അന്നേരം വേണ്ട നമുക്ക് വീട്ടിലേക്ക് പോകാം, വിജിലയോട് ഞാനും അമ്മയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനി അവളൊന്നും പറയില്ല എന്ന് പറയുകയാണ്. അന്നേരം അത് വേണ്ട ശരിയാകില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം എന്നും ഇങ്ങനെ അമ്പലനടയിൽ കഴിയാനാണോ ഭാവമെന്ന് ചോദിക്കുമ്പോൾ നീ കേട്ടില്ലേ ഇപ്പോൾ അവൻ തന്നെ പറഞ്ഞ വിശേഷണം സത്യഭാമയുടെ മകനെന്ന്. ചില സ്ഥലത്ത് അതൊരു ബാധ്യതയാണ്, ചില സ്ഥലത്ത് അതൊരു അലങ്കാരമാണ്, വേണ്ടാന്നിങ്ങനെ വിഷ്ണു പറഞ്ഞിരിക്കുകയാണ്. എങ്കിൽ നമ്മുടെ കസ്റ്റഡിയിൽ വേറൊരു വീടുണ്ട്, അവിടേക്ക് പോവാം, ഇപ്പം തന്നെ പോവാം, ഞാൻ ആശാനെ ബൈക്ക് കൊണ്ടുപോകാമെന്നൊക്കെ പറയുകയാണ്. അന്നേരം വേണ്ട നീ പൊയ്ക്കോ, അവരൊക്കെ വീട്ടിൽ തനിച്ചല്ലേ ഉള്ളൂ, നമുക്ക് നാളെ നോക്കാം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ആശാനെ ഒറ്റയ്ക്ക് എന്നിങ്ങനെ വിട്ടിട്ട് പോകാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ചില വഴികൾ നമ്മൾ ഒറ്റയ്ക്ക് നടന്നേ മതിയാകൂ, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ആ പാൽക്കുപ്പിയുമായിട്ട് വിഷ്ണു അങ്ങ് പാല് വാങ്ങിക്കാനായിട്ട് വളരെ സങ്കടത്തോടെ നടന്നു നീങ്ങുകയാണ്. ആ ഒരു വിഷ്ണുവിൻ്റെ സങ്കടവും പോക്കും ഒക്കെ സങ്കടത്തോടെ തന്നെ കമലനും നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം ആ കരയുന്ന കുഞ്ഞിന് വീണ്ടും നെമ്പിൾ മാത്രം അങ്ങ് ശാലിനി വായിൽ വെച്ച് കൊടുക്കുകയാണ്. പക്ഷേ കുഞ്ഞങ്ങ് കരഞ്ഞ് ബഹളമാണ്. ഈ സമയം സെക്യൂരിറ്റി ഒന്ന് പറയുന്നുണ്ട്, ആരോ വരാനുണ്ടെന്ന് പറഞ്ഞല്ലോ, വന്നില്ലേ എന്ന്. അന്നേരം ഇപ്പോൾ വരുമെന്ന് പറയുകയാണ്. പക്ഷേ സെക്യൂരിറ്റി സമ്മതിക്കുന്നില്ല, ഇവിടെ നിന്ന് പോകണം, ഇങ്ങനെ എൻ്റെ സമയം മെനക്കെടുത്തരുത്, രാവിലെ അമ്മയും കുഞ്ഞും അമ്പലക്കുളത്തിൽ മരിച്ചു കിടക്കുന്നു എന്നുള്ള വാർത്തയൊന്നും കേൾക്കാനായിട്ട് ഇടവരരുത് എന്നൊക്കെ പറയുമ്പോൾ ചേട്ടൻ എന്തൊക്കെയായി പറയുന്നതെന്നും പറഞ്ഞ് കുഞ്ഞിനെയും കൊണ്ട് ശാലിനി എഴുന്നേൽക്കുകയാണ്. അന്നേരം സമയം മെനക്കെടുത്താതെ പോകുന്നുണ്ടോ, പെണ്ണായതുകൊണ്ട് ഞാൻ കൈവയ്ക്കാത്തത്, എൻ്റെ കഞ്ഞിയിൽ പാറ്റയിട്ടത്, ഇവിടെ നിന്ന് ഇറങ്ങണമെന്നൊക്കെ പറയുകയാണ്. അന്നേരം ഈ കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ എവിടെ പോകാനാണ് എന്നൊക്കെ പറഞ്ഞ് ശാലിനി പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. പക്ഷേ സെക്യൂരിറ്റി ആണെങ്കിൽ ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല. തല ചായ്ക്കാൻ ഒരിടമോ കൂടെ ഉള്ള ബന്ധുക്കളോ ആരെങ്കിലും ഉള്ളവർ ഇങ്ങനെ ഇവിടെ വന്ന് എന്തായാലും അന്തി ഉറങ്ങാൻ നിൽക്കില്ല, പൈസ കൊടുത്ത് ഹോട്ടലിലോ ലോഡ്ജിലോ എവിടെയെങ്കിലും പോയി താമസിക്കുമെന്ന് പറയുമ്പോൾ ശാലിനി അങ്ങ് അപേക്ഷിക്കുകയാണ്. പക്ഷേ അവസാനം അയാൾ കുഞ്ഞിൻ്റെ കൈ പിടിച്ചിട്ട് ഇങ്ങോട്ട് മാറാൻ പറയുമ്പോൾ കുഞ്ഞിൻ്റെ കൈവിട് എന്ന് ശാലിനി പറയുന്നുണ്ട്. തുടർന്ന് ശാലിനിയുടെ കയ്യിലേക്ക് പിടിച്ച് ഇങ്ങനെ തള്ളുകയാണ് അയാൾ പുറത്തേക്ക്. ഈ സമയം ശാലിനി ചെന്ന് വീഴുന്നത് വിഷ്ണുവിൻ്റെ അടുത്തേക്കാണ്. അന്നേരം വിഷ്ണുവിനെ കാണുമ്പോൾ സെക്യൂരിറ്റി അയ്യോ എന്ന് വയ്ക്കുകയാണ്. ആ സെക്യൂരിറ്റിയുടെ ആ പ്രവൃത്തി കണ്ടിട്ട് വിഷ്ണുവിന് ആകെ ദേഷ്യം വരികയാണ്. എന്നും പറഞ്ഞ സെക്യൂരിറ്റി അടുത്തേക്ക് ചെന്നിട്ട് അങ്ങ് കോളറിൽ കുത്തിപ്പിടിക്കുകയാണ്. അന്നേരം ആകെ പേടിക്കുന്ന സെക്യൂരിറ്റി ആണെങ്കിൽ വിഷ്ണുവിൻ്റെ കാല് പിടിക്കുന്ന പോലെ തറയിലേക്ക് ഇരിക്കുകയാണ്. ആശാൻ്റെ ആളാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, എങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ്. വിഷ്ണുവിൻ്റെ പെണ്ണിൻ്റെ അടുത്തോടാണ് നിൻ്റെ കളി എന്നൊക്കെ വിഷ്ണു ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അന്നേരം എൻ്റെ പെണ്ണാണ് എന്ന് നീ അറിഞ്ഞില്ലെങ്കിലും സ്ത്രീകളോട് ഇങ്ങനെയാണോ പെരുമാറുന്നതെന്നും പറഞ്ഞ് അയാളെ അടിക്കാനൊക്കെ വിഷ്ണു കയ്യോങ്ങുന്നുണ്ട്. അന്നേരം വിഷ്ണുവേട്ടാ വേണ്ടാന്നൊക്കെ പറഞ്ഞ് ശാലിനി ഒരുവിധം തടുത്തു നിർത്തുകയാണ്. അയാളുടെ ഡ്യൂട്ടിയല്ലേ ചെയ്യുന്നത്, സ്വന്തം വീട്ടുകാരിൽ നിന്നും കിട്ടാത്ത ദയൊന്നും അയാളിൽ നിന്ന് എന്തിനാ പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ശാലിനി വിഷ്ണു ഒരു നിമിഷം അങ്ങ് അടങ്ങി നിൽക്കുകയാണ്. അന്നേരം ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യവും എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതേ എന്നും പറഞ്ഞ് അയാൾ സെക്യൂരിറ്റി തൊഴുത് നിൽക്കുകയാണ്. അന്നേരം വിഷ്ണു ഒരുപാട് മാറിയിരിക്കുകയാണ്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാകരുത്, വിഷ്ണുവിൻ്റെ കൈ മെനക്കെടുത്താതെ പോടോന്ന് പറയുകയാണ്. വിഷ്ണുവിൻ്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ താൻ 2 കാലം നിവർന്ന് നടക്കില്ലായിരുന്നു, എൻ്റെ മുമ്പിൽ നിന്ന്
പോടോന്ന് പറയുമ്പോൾ അയാളങ്ങ് പോവുകയാണ്. തുടർന്ന് ശാലിനി കുഞ്ഞിന് പാലൊക്കെ കൊടുക്കുകയാണ്. അന്നേരം എടോ സോറി ലേറ്റായി പോയെന്നൊക്കെ വിഷ്ണു പറയുകയാണ്. സാരമില്ല, പിന്നെ വിഷ്ണുവേട്ടാ ഇനി നമ്മൾ എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ ശാലിനിയുടെ മുഖത്തേക്ക് നോക്കിയങ്ങ് സങ്കടത്തോടെ വിഷ്ണു ഇരിക്കുകയാണ്, ഉത്തരമില്ലാതെ. അതേ അവസ്ഥയിൽ ശാലിനി ഇരിക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ കമലൻ പറഞ്ഞ പോലെ ആ വീട്ടിലേക്ക് പോകുമോ, അതേ ഇനി അർജുൻ എത്തുമോ എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡിൽ. ഓക്കെ, താങ്ക് യു.